പുതിയ മന്ത്രി വരും മുൻപേ മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട സ്ഥലം മാറ്റം നടന്നിരുന്നു. 57 പേർക്കാണ് സ്ഥലം മാറ്റം നടന്നത്. ഇതിനൊപ്പം തന്നെ 18 RTOമാർക്ക് സ്ഥാനക്കയറ്റത്തോടുകൂടിയുള്ള സ്ഥലം മാറ്റവും നൽകി. ഇപ്പോൾ ഇതിനാണ് റദ്ദാക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ കത്തി വെച്ചിരിക്കുന്നത്. ആന്റണി രാജു രാജിവെച്ച KB ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുൻപാണ് സ്ഥലം മാറ്റ ഓർഡർ പുറത്തിറങ്ങിയത്. എന്നാൽ മന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്കും പിന്നാലെ ഉത്തരവ് മരവിപ്പിക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുമ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്ത് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയത്. സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി ഇടപെട്ട് ഉത്തരവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന ശനിയാഴ്ച രാവിലെയോടെ നിർദ്ദേശം നൽകുകയായിരുന്നു. ഉത്തരവ് പിൻവലിച്ചിട്ടില്ല, മരവിപ്പിക്കാനാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മന്ത്രി പറയുന്നത്. നേരത്തെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരുന്നു. വിചിത്രമായ മാനദണ്ഡങ്ങളോടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇതോടെയാണ് ഉത്തരവ് മരവിപ്പിച്ചിരുന്നത്. പിന്നാലെ ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ചില ഉദ്യോഗസ്ഥർക്ക് അന്ന് ദൂരേക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നിരുന്നു. അവർക്ക് കൂടെ താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയുള്ള ഉത്തരവായിരുന്നു വെള്ളിയാഴ്ച പുതിയ ഉത്തരവ് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയത്. എന്നാൽ KB ഗണേഷ് കുമാർ കടക്കൽ കത്തിവെക്കുകയായിരുന്നു. ഇതിനു പിന്നിലെ സത്യാവസ്ഥ സ്വസൂക്ഷ്മ നിരീക്ഷിച്ചതിനു ശേഷം മാത്രമേ ഇത്തരമൊരു സ്ഥലം മാറ്റം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അനിവാര്യമാണോ എന്ന് കൃത്യമായി നിരീക്ഷിച്ചതിനും പഠിച്ചതിനു ശേഷം മാത്രമേ ഈ ഉത്തരവ് മരവിപ്പിച്ച നടപടി ഒരുപക്ഷെ റദ്ദാക്കുകയുള്ളൂ. മന്ത്രി മാറിയപ്പോൾ അഴിമതിക്ക് പേരുദോഷം കേട്ട തീരുമാനം മാറി എന്നും പലരും പറയുന്നുണ്ട്. ഭാരത് സ്റ്റേജ് 4 ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുക പരിശോധന കാലാവധി 1 വർഷമാക്കി സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. കേന്ദ്ര നിയമം മറികടന്ന് കാലാവധി 6 മാസമായി കുറച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ്. 1 വർഷം എന്നുള്ളത് 6 മാസമാക്കിയത് ചിലർക്ക് അഴിമതിക്ക് വേണ്ടിയാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. വൻ കോഴ ചിലർ വാങ്ങിയെന്നും ആക്ഷേപമെത്തി. എന്നാൽ ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ എത്തുമെന്ന് ഉറപ്പായതോടെ തന്നെ തിരുത്തലിനുള്ള നടപടിയും തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ഉത്തരവാകുന്നത്. പുക പരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് 2022 ഓഗസ്റ്റിൽ അന്നത്തെ മന്ത്രി ആന്റണി രാജു നേരിട്ടാണ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് കാലാവധി 6 മാസമാക്കിയത്. ഇതിലൂടെ പുക പരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാർക്ക് കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു. ചില അഴിമതികൾ ചില ഉദ്യോഗസ്ഥർ നടത്തിയതിന്റെ ഭാഗമാണ് ഈ തീരുമാനം എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതാണ് തിരുത്തുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം BS4 വാഹനങ്ങളുടെ പുക പരിശോധനയ്ക്ക് 1 വർഷത്തെ സാധുതയുണ്ട് എന്ന ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകരും ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്തും റിപ്പോർട്ട് നൽകിയിരുന്നു. കാലാവധി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് അവഗണിച്ചാണ് നേരത്തെ തീരുമാനമെടുത്തത്.